Today we are going to discuss about the eigenvalue problem. Before that, we will discuss about the eigenvalues and eigenvectors. Let A be an n by n matrix. A number lambda is said to be an eigenvalue or characteristic root of A if there exists a non-zero solution vector k of the linear system ak equal to lambda k. And the solution vector k is said to be an eigenvector or characteristic vector corresponding to the eigenvalue lambda. അപ്പോൾ ഐഗൺവാല്യൂവും ഐഗൺ വെക്ടറും എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു n by n മെട്രിക്സ് എടുക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു ലാംഡ എന്ന് പറഞ്ഞ ഒരു നമ്പർ അത് ഐഗൺ വാല്യൂ ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് ഒരു നോൺ സീറോ സൊല്യൂഷൻ വെക്ടർ കെ എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് എ കെ ഈക്വൽ ടു ലാംഡ കെ എന്ന് വെച്ചാൽ എ എക്സ് ഈക്വൽ ടു ലാംഡ കെ എന്ന് പറഞ്ഞാൽ എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കെക്ക് പകരം നമ്മൾ ഇത്ര നാൾ ചെയ്തിരുന്നത് എ എക്സ് ആ ഫോമില ചെയ്തിരുന്നത്. ഇപ്പൊ അവിടെ ആ വെക്ടറിന് പകരം എ കെ എന്നായത് മാത്രമേ ഉള്ളൂ. അപ്പൊ എ കെ ഈക്വൽ ടു ലാംഡ കെ എന്ന് പറഞ്ഞാൽ ലീനിയർ സിസ്റ്റത്തിന്റെ ഒരു നോൺ സീറോ സൊല്യൂഷൻ വെക്ടർ ആണ് കെ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റത്തില് ഒരു നോൺ സീറോ സൊല്യൂഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു സിസ്റ്റത്തിന് ഒരു നോൺ സീറോ സൊല്യൂഷൻ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലാംഡേനെ നമ്മൾ വിളിക്കും ഐഗൺ വാല്യൂ എന്ന്. ആൻഡ് ദിസ് വെക്ടർ കെനെ നമ്മൾ വിളിക്കും ഐഗൺ വെക്ടർ എന്ന്. ഐഗൺ വെക്ടർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ സെയിം തന്നെ സാധനം തന്നെയാണ്, വേറൊരു പേരുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഐഗൺ വാല്യൂ ഐഗൺ വെക്ടറും നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എ കെ ഈക്വൽ ടു ലാംഡ കെ എന്ന് പറഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ലാംഡേന്റെ വാല്യൂ കിട്ടുന്നതിന് നമ്മൾ ഐഗൺ വാല്യൂസ് എന്ന് പറയും. ഈ കെനെ നമ്മൾ ഐഗൺ വെക്ടർ എന്ന് പറയും. അപ്പൊ നമ്മൾ അത് എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്ത് നമുക്ക് എങ്ങനെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. എ കെ ഇതാണ് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ വരുന്നത്. എ കെ ഈക്വൽ ടു ലാംഡ കെ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എ എന്ന് പറഞ്ഞ മെട്രിക്സ് n by n മെട്രിക്സ് ആണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ് എ ഈക്വൽ ടു a11 a12 എക്സെട്ര a1n a21 a22 എക്സെട്ര a2n അതുപോലെ ഇവിടെ an1 an2 എക്സെട്ര ann. ഇനി കെ എന്ന് പറഞ്ഞ മെട്രിക്സ് n വാല്യൂസ് ഉണ്ടാവും അല്ലേ. അപ്പൊ k1 k2 എക്സെട്ര kn ഇതാണ് കെ എന്ന് പറഞ്ഞ മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നമ്മൾ എ കെ മൈനസ് ലാംഡ കെ ഈക്വൽ ടു 0 എന്ന് എഴുതിക്കൂടെ ഇതിനെ അല്ലെ. എ കെ മൈനസ് ലാംഡ കെ ഈക്വൽ ടു 0. അപ്പൊ ഇതിൽ നമുക്ക് കെ എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് മെട്രിക്സിന്റെ പ്രോപ്പർട്ടികൾ വെച്ചിട്ട് മെട്രിക്സിന്റെ ആൽജിബ്ര പ്രോപ്പർട്ടികൾ വെച്ചിട്ട് നമുക്ക് കെനെ നമുക്ക് പുറത്തെടുക്കാം. അപ്പൊ എ മൈനസ് ലാംഡ, ഇവിടുത്തെ കെ പുറത്തെടുത്തപ്പോൾ ലാംഡ എന്ന് പറഞ്ഞത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു മെട്രിക്സ് വരും അല്ലെ. ലാംഡ കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ, ഒരു നമ്പർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഐ എന്ന് പറഞ്ഞ മെട്രിക്സും കൂടെ വരും. ഇത് മെട്രിക്സ് ആയതുകൊണ്ട് പ്രശ്നം വരുന്നില്ല. എ മൈനസ് ലാംഡ ഐ ഇൻറ്റു കെ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഐ എന്ന് പറയുന്നത് എന്താ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ n ആണ്. ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ IN ആണ്, ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ n. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താ സിസ്റ്റം ഓഫ് n ഇക്വേഷൻസ് ആണ് കിട്ടുന്നത്. അപ്പൊ ഈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് എഴുതി നോക്കാം. സിസ്റ്റം ഇത് എ എന്ന് പറഞ്ഞ മെട്രിക്സിലെ എലമെന്റുകൾ നമുക്കറിയാലോ. അപ്പൊ a11 മൈനസ് ഫസ്റ്റ് എലമെന്റ് അല്ല വരിക ലാംഡ ഇൻറ്റു k1 പ്ലസ് a12 ഇൻറ്റു k2. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ മെട്രിക്സ് എഴുതുക, ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് എഴുതുക, ഇവിടെ കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ എഴുതിയ മെട്രിക്സ് എഴുതുക. അങ്ങനെ എഴുതി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ് ഞാനിപ്പോൾ എഴുതുന്നത്. a1n
kn ഈക്വൽ ടു 0. അടുത്തതാകുമ്പോൾ a21 k1 പ്ലസ് a22 മൈനസ് ലാംഡ k2 പ്ലസ് എക്സെട്ര പ്ലസ് a2n kn ഈക്വൽ ടു 0 എക്സെട്ര an1 k1 പ്ലസ് എക്സെട്ര പ്ലസ് ann മൈനസ് ലാംഡ ഇൻറ്റു kn ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടുക. അപ്പോൾ നമ്മുടെ ആ സിസ്റ്റം ഇക്വേഷൻ എന്ന് പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയാം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? k1 k2 k3 എക്സെട്ര kn ആണ്. അപ്പോൾ k എന്ന് പറഞ്ഞ വെക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ k എന്ന് പറഞ്ഞ വെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എടുക്കുക. അതിന്റെ ഡിറ്റർമിനന്റ് എന്താവണം? നോൺ സിംഗുലർ ആണ് അല്ലെ? നോൺ സിംഗുലർ ആണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇതിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എടുക്കുക. അപ്പോൾ കോഎഫിഷ്യന്റ് മെട്രിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്തായിരിക്കും? കോഎഫിഷ്യന്റ് മെട്രിക്സിനെ നമ്മൾ ജനറൽ ആയിട്ട് എഴുതാം. എങ്ങനെ വരും? a മൈനസ് ലാംഡ എന്ന് എഴുതാലോ കോഎഫിഷ്യന്റ് മെട്രിക്സ്. അപ്പോൾ ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്താവണം? ഇതിന് 0 അല്ലാത്ത ഒരു സൊല്യൂഷൻ കിട്ടണം. 0 അല്ലാത്ത ഒരു സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഹോമോജീനിയസ് ഇക്വേഷന് യൂണിക് സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് 0 കിട്ടും അല്ലെ? അപ്പൊ 0 അല്ലാത്ത സൊല്യൂഷൻ കിട്ടണമെങ്കിൽ എന്താവണം എന്നാ പറഞ്ഞിട്ടുള്ളത്? ഇതിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ ഒരു റിമാർക്കും തിയറോ എങ്ങാനും പഠിച്ചിരുന്നു അല്ലെ? 0 അല്ലാത്ത ട്രിവിയൽ അല്ലാത്ത സൊല്യൂഷൻ കിട്ടണമെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് കോഎഫിഷ്യന്റ് മെട്രിക്സ് 0 ആണ്. അപ്പൊ ഇത് 0 ആണ് അല്ലെ? അപ്പൊ ഇത് 0 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ i ഈക്വൽ ടു 0 നമുക്ക് കിട്ടും. അപ്പൊ അത് ആ മെട്രിക്സ് ഏതാണ്? കോഎഫിഷ്യന്റ് മെട്രിക്സ് മാത്രമായിട്ട് എഴുതുക. a11 മൈനസ് ലാംഡ a12 എക്സെട്ര a1n a21 a22 മൈനസ് ലാംഡ എക്സെട്ര a2n എക്സെട്ര an1 an2 എക്സെട്ര ann മൈനസ് ലാംഡ. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താവണമെന്നാ പറഞ്ഞത്? 0 ആണെന്ന് പറഞ്ഞു. അപ്പം ഈ ഡിറ്റർമിനന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞ് ഈ ഡിറ്റർമിനന്റ് വാല്യൂ നമ്മൾ കണ്ടിട്ട് എന്ത് ചെയ്യുക? ലാംഡേന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഈ ഡിറ്റർമിനന്റ് 0 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ലാംഡ സോൾവ് ചെയ്തെടുക്കാം. ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലും വാല്യൂ നമുക്കറിയാം. എന്നിട്ട് അവിടുന്ന് ലാംഡ കണ്ടുപിടിക്കാം. അപ്പൊ ഇനി ഈ ഇക്വേഷനെയാണ് നമ്മൾ പറയുന്നത്. ഇത് ജനറൽ ആയിട്ട് എഴുതിയതാണ് ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ i ഈക്വൽ ടു 0. ഇതേ സാധനം തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പൊ ഈ ഇക്വേഷനെ നമ്മൾ പറയും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് മെട്രിക്സ് a എന്ന് പറയും. ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ i ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷന് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയും. പിന്നെ ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ i എന്ന് പറയുന്നത് ഏതൊരു ഫോമിലായിരിക്കും? അതൊരു പോളിനോമിയൽ ഫോമിലായിരിക്കും കിട്ടുക. ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ i എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 എടുക്കാതെ ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ i എന്ന് പറഞ്ഞാൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ലാംഡ വേരിയബിൾ ആയിട്ടുള്ള ഒരു പോളിനോമിയൽ ആയിരിക്കും. ലാംഡേന്റെ പവർ മാറിയിട്ടുള്ള ലാംഡേന്റെ പവർ n തൊട്ട് 1 വരെയുള്ള ഒരു പോളിനോമിയൽ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ആ പോളിനോമിയൽ ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ ഐനെ ഇതിനെ മാത്രമായിട്ട് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയും. ഇത് ഈക്വൽ ടു 0 ആകുമ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലാണ്. നിങ്ങളോട് ചിലപ്പോൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കാനാണ് പറയുക, ചിലപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറയും, പിന്നെ
ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറയും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതിലെ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ക്ലിയർ ആവുമായിരിക്കും. അപ്പോൾ ഇനി ഐഗൺ വെക്ടർ കിട്ടണം അല്ലേ. അപ്പം നമ്മൾ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ സിസ്റ്റം സോൾവ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പം എ മൈനസ് ലാംഡ i k = 0 എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ നമുക്ക് പോളിനോമിയൽ കിട്ടുമല്ലോ അല്ലെ. ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ എന്ന് പറഞ്ഞ ഒരു പോളിനോമിയലാണെന്നാണ് പറഞ്ഞത് കിട്ടിയത്. അത് =0 ആകുമ്പോൾ ആ പോളിനോമിയൽ =0 എന്ന് കിട്ടും. ആ പോളിനോമിയലിലെ റൂട്ടുകളാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിന് പോളിനോമിയലിന്റെ റൂട്ട് കിട്ടുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനി ഐഗൺ വെക്ടർ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ എ മൈനസ് ലാംഡ i. ഇപ്പൊ നമുക്ക് ലാംഡകൾ കിട്ടും അല്ലെ. ലാംഡ ഇപ്പൊ ലാംഡ എന്ന് പറഞ്ഞാൽ ഐഗൺ വാല്യൂസ് ഇപ്പൊ ഇവിടെ n ഐഗൺ വാല്യൂസ് ഉണ്ടാവും. ലാംഡ 1, ലാംഡ 2 എക്സെട്ര ലാംഡ n ഐഗൺ വാല്യൂസ് കിട്ടി. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ n ഐഗൺ വാല്യൂസ് കിട്ടും. എന്നിട്ട് ഓരോ ഐഗൺ വാല്യൂസ് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. എ മൈനസ് ലാംഡ i = 0 ലാംഡ i k = 0 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നമ്മൾ ഓരോ ലാംഡ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. k എന്ന് പറയുന്നത് ഐഗൺ വെക്ടർ നമുക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇതിന്റെ ടേമുകളൊക്കെ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഐഗൺ വാല്യൂ എന്താണെന്ന് അറിയണം ആദ്യം, പിന്നെ ഐഗൺ വെക്ടർ എന്താണെന്ന് അറിയണം, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ അറിയെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. Question: find the eigenvalues of the matrix A = 1 2 1 6 -1 0 -1 -2 -1. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക, അത് സോൾവ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക. ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ഞാൻ ഷോർട്ടായിട്ട് എഴുതുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് എന്തായിരുന്നു? ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ i = 0 ആണ്. അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്കറിയാം. അപ്പൊ എ മൈനസ് ലാംഡ i എന്ന് പറയുന്നത് എന്തായിരിക്കും? എ മൈനസ് ലാംഡ i, ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ i = എഴുതാം. ലാംഡ എ എന്ന് പറയുന്ന ഇപ്പൊ ഡയഗണൽ എലമെന്റിലാണ് നമ്മൾ ഈ ലാംഡ വരിക അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ ജനറൽ ആയിട്ട് നമുക്ക് എഴുതാം 1 2 1 6 -1 0 -1 -2 -1 മൈനസ് ലാംഡ ഇൻറ്റു i എന്നാണ് വരിക അല്ലെ. അപ്പൊ 1 0 0 0 1 0 0 0 1. ഇവിടെ നോക്കിയാൽ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. ഇവിടെ നമുക്ക് 1 ഡയഗണൽ എലമെന്റിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ലാംഡ ഇൻറ്റു i എന്ന് പറഞ്ഞതിന് നമുക്ക് ഈ ലാംഡ എന്ത് ചെയ്താൽ മതി? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് ലാംഡ i അല്ലേ. അപ്പൊ ഇതെടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഡയഗണൽ എലമെന്റിൽ മാത്രമേ നമുക്ക് ഈ വാല്യൂ വരുള്ളൂ. ഇനി ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും? 1 മൈനസ് ലാംഡ, ബാക്കിയുള്ളതിനൊന്നും മാറ്റം വരുന്നില്ല അല്ലെ. 2 1 6 -1 മൈനസ് ലാംഡ 0 -1 -2 -1 മൈനസ് ലാംഡ. ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ്, ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് കാണുന്നത്. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താണെന്ന് തന്നിട്ടുണ്ട്? 0. അപ്പൊ ഈ ഡിറ്റർമിനന്റ് 0 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് സോൾവ് ചെയ്തെടുക്കാം. ഡിറ്റർമിനന്റ് കാണാൻ നമുക്കറിയാലോ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കുക. ഡിറ്റർമിനന്റ് കാണാനായിട്ട് ഫസ്റ്റ് എലമെന്റ് 1 മൈനസ് ലാംഡ ഇൻറ്റു -1 മൈനസ് ലാംഡ, ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെയല്ലേ ചെയ്യുന്നത്?
-1 minus lambda into -1 minus lambda minus 2 into 0 0 തന്നെ വരും. അപ്പോൾ ആ ടൈം കഴിഞ്ഞു. ഇനി അടുത്ത -2 into ബാക്കി 6 into this element, 6 into -1 minus lambda minus 1 into 0, അത് 0 ആവും. അപ്പോൾ അവിടുത്തെ ടൈമില്ല. അടുത്ത ടൈം +1 into ഇനി ഇവിടെ -2 into 6 -12 minus -1 into -1 minus lambda. അപ്പോൾ മൈനസ് മൈനസും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പം എന്തൊരു 1 plus lambda അല്ലേ, 1 plus lambda equal to 0. ഇനി നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇവിടെ എന്താ വരിക? ഇവിടെ 1 minus lambda into -1 minus lambda. ഇത് രണ്ടും ഈ മൈനസ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 plus lambda ഹോൾ സ്ക്വയറിന് എഴുതാം. മൈനസ് എല്ലാത്തിൻ്റെയും പുറത്തേക്ക് എടുക്കുക. ഇവിടുത്തെ മൈനസ് പുറത്തെടുത്തു, ഇവിടുത്തെ മൈനസ് പുറത്തെടുത്തു. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവായി. മൈനസ് പുറത്തെടുത്താൽ ഇവിടെ ബാക്കി എന്താ ഉള്ളത്? 1 plus lambda. അപ്പോൾ ഇതിനെങ്ങനെ 1 minus lambda into 1 plus lambda ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ -6 lambda വരും. അത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്ത് വരും? -6 into -2 പ്ലസ് 12 വരും. പിന്നെ -2 into -6 lambda പ്ലസ് 12 lambda. ഇവിടെ അതുപോലെ ചെയ്യാം. ഇവിടെ എന്ത് വരും? -12 minus 1 minus lambda equal to 0. ഇനി നമ്മൾ ആ ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ 1 minus lambda into 1 plus lambda ഹോൾ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെയുള്ള നമുക്ക് ക്യാൻസലാക്കി കളയാം. 12ഉം 12ഉം ക്യാൻസലായിപ്പോയി. ബാക്കി 12 lambda മൈനസ് ലാംഡ എത്ര വരും? 11 lambda minus 1 വരും. 11 lambda minus 1. ഇനി ഇതും കൂടെ ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്താ വരിക? 1 minus lambda into lambda square plus 2 lambda plus 1 plus 12 lambda minus lambda 11 lambda minus 1 equal to 0. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ എന്താ നോക്കാം. ഇത് ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഈ പൊള്ളമ്മിൽ മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്തൊരു ലാംഡ സ്ക്വയർ പ്ലസ് 2 ലാംഡ പ്ലസ് 1. ഇനി മൈനസ് ലാംഡ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം മൈനസ് ലാംഡ ക്യൂബ് മൈനസ് 2 ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ പ്ലസ് 11 ലാംഡ മൈനസ് 1 ഈക്വൽ ടു 0. പ്ലസ് 1ഉം മൈനസ് 1ഉം കൂടെ പോയി. ഇനി ബാക്കിയുള്ളത് ആഡ് ചെയ്ത് എഴുതുക. ഇവിടെ മൈനസ് ലാംഡ ക്യൂബ് പവർ കൂടുതലുള്ള ആദ്യം എടുക്കുക. ഇനി ലാംഡ സ്ക്വയറിൻ്റെ ടൈം ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ സ്ക്വയർ എന്ത് കിട്ടും? മൈനസ് ലാംഡ സ്ക്വയർ 2 ലാംഡ മൈനസ് ലാംഡ പ്ലസ് 10 11 ലാംഡ. ഇവിടെ എന്ത് കിട്ടും? പ്ലസ് 12 ലാംഡ കിട്ടും അല്ലേ. 2 മൈനസ് 1 എന്ന് പറയുന്നത് 1 ആവും. 1 പ്ലസ് 11 12. ഇത്രയേ ഉള്ളൂ. ബാക്കി കോൺസ്റ്റന്റ് ടൈം 0 ആയി. അപ്പോൾ ഈക്വൽ ടു മൈനസ് ലാംഡ ക്യൂബ് മൈനസ് ലാംഡ സ്ക്വയർ പ്ലസ് 12 ലാംഡ ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ലാംഡയാണ് സോൾവ് ചെയ്തെടുക്കേണ്ടത്. ലാംഡ എല്ലായിടത്തും കോമൺ ആണല്ലോ അല്ലേ. ദാറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ഇനി ലാംഡ കോമൺ ആയിട്ട് ലാംഡ പുറത്തെടുക്കാം. ലാംഡ പുറത്തെടുത്താൽ മൈനസ് ലാംഡ സ്ക്വയർ
മൈനസ് ലാംഡ പ്ലസ് 12 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് ലാംഡ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ ഇൻറ്റു ലാംഡ പ്ലസ് 4 ഇൻറ്റു ലാംഡ മൈനസ് 3 എഴുതി കൂടെ ഇതിനെ. നമുക്ക് ആദ്യം ഈ മൈനസ് നമുക്ക് പുറത്തോട്ട് എടുത്തിട്ട് ഇവിടെ 0 ആയതുകൊണ്ട് രണ്ട് സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ലെഫ്റ്റിലും റൈറ്റിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടുത്തെ മൈനസിനെ പ്ലസ് ആക്കാം. അപ്പം എന്ന് കിട്ടും ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് 12 എന്ന് എഴുതാം. അതിന് രണ്ട് സൈഡിലും നമ്മളിവിടെ മൈനസ് ലാംഡ അങ്ങ് പുറത്തെടുത്താൽ മതി. എന്നിട്ട് രണ്ട് സൈഡിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ റൈറ്റ് സൈഡിൽ 0 ആയതുകൊണ്ട് നമുക്ക് മാറ്റിയാലും പ്രശ്നമൊന്നും വരുന്നില്ല. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് 12ൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. നിങ്ങൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് അത് വെച്ചിട്ട് കണ്ടു കഴിഞ്ഞാലും കുഴപ്പമില്ല. അല്ലാതെ കാണാൻ എന്ത് ചെയ്താൽ മതി? അപ്പം ഇതിനെ നമുക്ക് ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 3 ഇൻറ്റു ലാംഡ പ്ലസ് 4 എന്ന് എഴുതാം. അപ്പം ഇതെങ്ങനെ എഴുതാൻ പറ്റുന്നത്? ഈ രണ്ട് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 12 കിട്ടണം, രണ്ടും കൂടെ ആഡ് ചെയ്താൽ പ്ലസ് 1 കിട്ടണം. അങ്ങനെയല്ലേ കിട്ടുന്നത്? നോക്കിയേ, മൈനസ് 3 ഇൻറ്റു 4 മൈനസ് 12 4 മൈനസ് 3 1 അപ്പോൾ ഈക്വൽ ടു 0. അപ്പം ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടിയത്. ഇതിൽ നിന്ന് നമുക്ക് റൂട്ട് കണ്ടുപിടിച്ചാൽ ലാംഡയുടെ വാല്യൂ കിട്ടും. therefore the roots are lambda equal to 0, lambda equal to 3 and lambda equal to -4. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഗൻ വാല്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്.